ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. ട്രാക്കിംഗ് ടീം പുലർച്ചെ വനത്തിനുള്ളിൽ പ്രവേശിച്ചു. അവസാന സിഗ്നൽ ബാവലി പരിസരത്താണ് എന്നാണ് സൂചന. അതേസമയം ദൗത്യത്തിൽ വനം വകുപ്പിന് വീഴ്ചയില്ലെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ആനയെ പിടികൂടാത്തതിനാൽ രാത്രി ഉറക്കമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. 2:30 മണി വരെ ദൗത്യ സംഘത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം സ്കൂളുകളുണ്ട്, പണിക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ പിടിക്കാതിരിക്കുന്ന കാലം നമുക്കിതിനൊന്നും സാധിക്കാത്തൊരവസ്ഥയുള്ളത് നിലവിൽ. നിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ മൂവ്മെൻറ്റും അവരെടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ പറയുന്നോ അതനുസരിച്ച് ഈ പോലെയുള്ള ആൾക്കാർ പടക്കം പൊട്ടിച്ചും ഇതിനെ അടുപ്പിക്കാനുള്ള പരിപാടിയാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. താഴെ നിന്നിട്ട് മയക്ക് വെടിവെക്കാൻ കഴിയില്ല. ഒന്നുകിൽ കുങ്കിയാലിൻ്റെ മേലെ നിന്ന് അല്ലെങ്കിൽ മരത്തിൻ്റെ മേലെ കയറി നിന്നിട്ട് വെടിവെക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സൈറ്റ് കിട്ടുവാണെങ്കിൽ വെടിവെക്കാൻ സാധ്യതയുണ്ട്. ഉപജീവന മാർഗം നിത്യം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായി വരും. എന്നാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, ഈ അടിക്കാടുകൾ ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ദൗത്യ സംഘത്തിന് മുന്നിൽ അല്ല പ്ലാൻ B എന്തെങ്കിലും കൈവശമുണ്ടോ? കൈവശമുള്ള പ്ലാൻ എന്ന് പറയുന്നത് ആനയെ ഏത് വിധേനയും വനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്തുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. കാരണം 2-3 വിഷയങ്ങൾ കൂടിയുണ്ട്. അത് മാധ്യമങ്ങളിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു വിഷയം. ഇതിന് നിയമപ്രശ്നവും കൂടി വരും. വനത്തിനുള്ളിൽ വെച്ച് മയക്കുവെടി വെക്കുകയോ വേറെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അത് കേന്ദ്ര വനം പരിസ്ഥിതി നിയമം അനുസരിച്ച് പോരായ്മകൾ വരും. ഈ കാര്യം കൂടി മുന്നിൽ കണ്ടാണ് ഈ ഓപ്പറേഷൻ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വനാതിർത്തിയിലോ വനത്തിന് പുറത്തോ വെച്ച് മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വനത്തിനുള്ളിൽ ഇപ്പോൾ ആന സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുറ്റിക്കാടുകളും അടിക്കാടുകളും നിറഞ്ഞ സ്ഥലമാണ്. അതിന് പുറത്ത് നല്ല സാഹചര്യം ഒത്തുവരുന്ന സ്ഥലങ്ങൾ, അനുകൂലമായ സ്ഥല സൗകര്യങ്ങളുണ്ട്. അവിടേക്ക് ആനയെ എത്തിക്കാനാണ് കുങ്കിയാനകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകളുടെ സൗകര്യമുണ്ട്, RRT സംഘത്തിന്റെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ നമ്മളോട് സംസാരിച്ച നാട്ടിലെ ഒരു 40ഓളം ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇപ്രാവശ്യം ഇന്നും രാവിലെ 5:30 മുതൽ തന്നെ ശ്രമങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇന്നലെ രാത്രി ആന കർണാടക നാഗർഹോള വനമേഖലയിലേക്ക് ഒന്ന് പോവുകയും തിരിച്ചു എത്തുകയും ചെയ്തതായാണ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നത്. ഇതിന് കൂടെ തന്നെ ഒരു 20 വയസ്സ് തോന്നിക്കുന്ന ഒരു മോഴയാനയും ഉണ്ട്. ഈ മോഴയാനയ്ക്കൊപ്പമാണ്. ഒരുപക്ഷെ സ്ഥലപരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകൂടിയതാകാമെന്നാണ് അവിടുത്തെ വനവാസികൾ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഈ 2 ആനകൾ ഒരുമിച്ച് നടക്കുന്നത് ഒരു പ്രതിസന്ധിയാണ്. അടിക്കാടുകൾ ഒരു പ്രതിസന്ധിയാണ്. വനത്തിനുള്ളിലായത് ഒരു പ്രതിസന്ധിയാണ്. ഈ 3 പ്രശ്നങ്ങളെ മറികടന്ന് വേണം ഇവർക്ക് ദൗത്യം വിജയിപ്പിക്കാൻ. അതിനുള്ള ശ്രമങ്ങളാണ് നാട്ടുകാരുടെയും തദ്ദേശവാസികളുടെയും സഹായത്തോടു കൂടി വെറ്റിനറി സംഘവും വനപാലകരും RRT ടീം അംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് വിശദമായി അടുത്ത മണിക്കൂറുകളിൽ വിശദമായി നൽകാൻ കഴിയും. വയനാടിന്റെ പല ഭാഗത്തും ഇന്നലെ രാത്രിയിലും മറ്റും വന്യമൃഗങ്ങൾ ഇറങ്ങിയതായി ആളുകൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് RRTയിലെ കുറച്ച് ആളുകൾ ആ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. അതിനാൽ ഇവിടുത്തെ ദൗത്യത്തെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും കുറച്ച് അല്പസമയത്തിനകം അറിയാം. ഏതായാലും നിലവിലുള്ള സംഘാംഗങ്ങൾ മുഴുവനായും വനത്തിന് ചുറ്റുമായി ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ ആകൃതിയിൽ ആനയ്ക്ക് ചുറ്റുമായി വലയം തീർത്തും വനത്തിന് പുറത്തു വലയം തീർത്തും പട്രോളിംഗ് നടത്തിയും ഈ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി ഷിബു, ഓപ്പറേഷൻ ബേലൂർ മഖ്ന തുടരുന്നു. സമഗ്ര വിവരങ്ങളാണ് ഷിബു വയനാട്ടിൽ നിന്ന് നൽകിയത്.